അങ്ങനെയാണെങ്കിൽ ആ 3 കോടി രൂപ പിഴ അടച്ച അല്ലെങ്കിൽ പിഴ കൊടുത്ത ആ പിഴ മേടിച്ചിട്ട് ആ വീട്ടുകാരന് കൊടുക്കാമല്ലോ. നമസ്കാരം. ഇതാ ടോളടച്ച് യാത്ര ചെയ്യുന്ന NH-47 പാലിയേക്കര ടോൾ പ്ലാസയിലേക്കുള്ള വഴിയിലാണ് ഇപ്പൊ ഞാനുള്ളത്. എന്തായാലും ഇവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ടോ? റോഡ് പണി എന്ന് പറയുന്നത് ഒരു പാലം പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പണി പൂർത്തീകരിക്കാതെ അല്ലെങ്കിൽ ടോൾ കൊടുക്കുന്ന റോഡിലൂടെ 99% അല്ലെങ്കിൽ 90% മുകളിൽ പണി പൂർത്തീകരിക്കാതെ ടോള് പിരിക്കാൻ പാടില്ല എന്നുള്ള ഉത്തരവുമുണ്ട്. ആ ഉത്തരവുകളൊക്കെ നിലനിൽക്കുകയാണ് ഇപ്പോഴും ടോള് പിരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. ടോള് പിരിക്കാതിരിക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ എന്തായാലും ടോള് കൊടുക്കൂല. എനിക്ക് കിട്ടേണ്ട സേവനം സുഖവുമായിട്ട് കിട്ടുന്നത് വരെ ഞാൻ ടോൾ അടയ്ക്കില്ല എന്നുള്ളത് എന്റെ വാശിയാണ്. എന്തായാലും ഗതാഗതക്കുരുക്കാണ് ഇതിനകത്തുള്ള പ്രധാന പരാമർശം. ലെഫ്റ്റ് സൈഡിൽ പണി നടക്കുന്നു. ഇനി നേരെ ചെല്ലുന്നവർക്ക് പാലം പണി നടക്കുന്നു. കണ്ടോ? ഇങ്ങനെ ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനങ്ങൾ കിട്ടാതെ ടോള് പിരിച്ചതിനാണ് ഈ ടോൾ പ്ലാസ കമ്പനിക്ക് 650 കോടി രൂപയുടെ പിഴ കൊടുത്തേക്കണം. ഈ പിഴ ടോൾ പ്ലാസക്കെതിരെ കേസ് കൊടുത്ത ഏതെങ്കിലും വക്കീലോ ആളുകളോ ഈ പറഞ്ഞ സാധനം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചു നോക്ക്. ദേവൻ രാമേന്ദ്രൻ സാറ് ടൊമാറ്റോ എടുത്ത കേസ്, അങ്കമാലിയിൽ വാഹനാപകടത്തിൽ ഇരുചക്ര വാഹന യാത്രക്കാരന്റെ വാഹനം മുട്ടി കുഴിയിൽ വീണ് മറിഞ്ഞു വീണപ്പോ അതിന് പുറകെ കേസെടുത്ത സ്വമേധയെ കേസെടുത്തു. കേസെടുക്കുക മാത്രമല്ല, നിയമ നടപടികളുമായിട്ട് മുന്നോട്ടും പോയി. ആ കുഴിയിൽ വീണതിന്റെ പേരിൽ മാത്രം ഈ പാലിയേക്കര ടോൾ പ്ലാസ എന്ന് പറയുന്ന കമ്പനിക്ക് കൊടുത്ത പിഴ 3 കോടി രൂപയാണ്. എന്നിട്ട് ഈ 3 കോടി രൂപ കൊടുത്തിട്ടും ഇന്ന് വരെ കമ്പനി അടച്ചിട്ടില്ല. സ്റ്റേറ്റും ചോദിച്ചിട്ടില്ല, സെൻട്രലും ചോദിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ 3 കോടി രൂപ പിഴ അടച്ച അല്ലെങ്കിൽ പിഴ കൊടുത്ത ആ പിഴ മേടിച്ചിട്ട് ആ വീട്ടുകാരന് കൊടുക്കാമല്ലോ. പാലിയേക്കര ടോൾ പ്ലാസക്കെതിരെ കേസ് കൊടുത്ത മാന്യമഹാ ആളുകള് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ലാതെ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് എവിടെയാണ് കേസ് കൊടുത്തിട്ടുള്ളത്? 2022 ടോൾ പ്ലാസ ഞാൻ റോഡിൽ വീണ് കഴിഞ്ഞപ്പോ ഞാൻ നോക്കി കഴിഞ്ഞപ്പോ നിരവധി അനുകൂലമായ കോടതി വിധികളുണ്ട്. കേരള ഹൈക്കോടതിയുടെ ഇവർക്ക് അനുകൂലമായ നിരവധി വിധികളുണ്ട്. കേസ് കൊടുത്തത് ഹൈക്കോടതിയിലെ തന്നെ സീനിയർ അഭിഭാഷകരായ പലരും കൊടുത്തിട്ടുണ്ട്. ഒരൊറ്റ കേസ് ഇവർക്കെതിരെ വിധിച്ചിട്ടില്ല. എല്ലാം ഇവർക്ക് അനുകൂലമായിട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ 2022 ബസ് അപകടം ഉണ്ടാവുന്നതിന് മുൻപേ ഞാൻ ഇവർക്കെതിരെ ഹൈക്കോടതി ഇട്ടിരിക്കുന്ന മുഴുവൻ ജഡ്ജ്മെന്റുകളും പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഹൈക്കോടതി രജിസ്ട്രാർക്ക് പരാതി കൊടുക്കുന്നു. ഗതാഗത കുരുക്ക് കണ്ടോ? കാണാത്തവര് കണ്ടോ? ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചതെന്നേ ഉള്ളൂ കേട്ടോ. ഓരോ ട്രാക്കിലും വാഹനങ്ങൾ കിടക്കുന്ന സമയം കൂടി നിങ്ങൾ കണ്ടോളൂ. ഓരോ ട്രാക്കിലും എത്ര വാഹനങ്ങൾ കിടപ്പുണ്ടെന്ന് നോക്കിയാൽ നിങ്ങൾ. ഫാസ്റ്റ് ട്രാക്ക് ഉള്ള ഫാസ്റ്റ് ട്രാക്ക് നിർമ്മിച്ചേക്കണത് ഈ പറഞ്ഞ സാധനത്തിനല്ലേ? സുഗമമായിട്ട് കടന്നു പോകാനല്ലോ. ഓരോ ട്രാക്കിലും നിങ്ങൾ നോക്ക്. ആ റൈറ്റ് സൈഡിലെ ട്രാക്കിലോട്ട് നോക്കിയേ നിങ്ങൾ. KSRTC കടന്നു പോയോ നോക്കിക്കോ. KSRTC